അച്ഛന് ഞാനും റോബിനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവേണ്ടായിന്നാ തോന്നുന്നു. ഒരു തകരാറില്ലാത്ത ജനങ്ങളാണ് വേണ്ടത്. ഈ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വന്നേ പിന്നെയാണ് നമ്മളതാണ് പൊട്ടിച്ചോറായത്. ഇപ്പം എന്താ ഈ റോബോട്ട് ഇനി ഈനെ കൊണ്ടായിരിക്കും നാട്ടിൽ കൊള്ളയും കൊലയും ബലാത്സംഗം. ഒരു ദോശപ്പൊതി മാറ്റിയെന്ന് വെച്ച് സൈബർ കുറ്റാണ്. അതിൽ കറി പോലും ഉണ്ടായില്ല. അതൊന്നും എനിക്കറിയില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കടലാസ് വയ്ക്കും. എന്നിട്ട് നോക്കാം അവർ തരുമോ? അതിപ്പോൾ എന്നോടായിരിക്കുന്നത്, നിങ്ങൾ അടച്ചു വെക്കണ്ടല്ലേ. പാർട്ടിക്ക് എന്താ ഇപ്പം ഇതിലൊക്കെ ഇടപെടാൻ? പൊയ്ക്കോട്ടെ, നാട്ടിലെ മൊത്തം ഹോം നേഴ്സുമാരുടെ പണി പോകുമായിരുന്നില്ലേ? ഏയ് അതിൻ്റെ സെറ്റപ്പ് അങ്ങനെയല്ല. ഈ കാലഘട്ടങ്ങളായിട്ടേ നാട്ടിലെ സ്വത്ത് തർക്കം, അതിര് തർക്കം, പരപുരുഷ ബന്ധം, ബ്ലേഡ് പറ്റിക്കൽ, ഇതിലൊക്കെ മധ്യസ്ഥം പറയുന്നത് പാർട്ടിയുടെ ഒരു രീതിയാണ്. അതങ്ങനെ കണക്കൂട്ടിയാണ്. സാർ ഒരു ഫാക്സ് ഉണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ. ഓഫീസറെ, ചാൾസ് ശോഭരാജ് കൊള്ള നടത്തിയത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാ? സുകുമാരക്കുറുപ്പ് കൊല നടത്തിയത് വാട്സപ്പ് ഉപയോഗിച്ചിട്ടാ? സൂര്യനെല്ലിയിൽ 42 ആളുകൾ ചേർന്ന് 40 ദിവസം ഒരു പെണ്ണിനെ പീഡിപ്പിച്ചത് ഗൂഗിൾ ചെയ്തിട്ടാ? കൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായത് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടായിട്ടാ? എക്സാക്ട്ലി. നിങ്ങളെ കൊള്ളാഞ്ഞിട്ടാണ്. ഞാൻ എന്താക്കിയേ? അളിയനാന്നൊരു അളിയൻ. നീ അളിയനല്ല, ഉളിയനാണ്. അളിയാ, അളിയ ഇരിക്ക്. കുടിക്കാനൊന്നുണ്ട്? നിനക്കൊന്നും വേണ്ട. കുടി നിർത്തിയ അളിയാ, നീ എന്തേനെ വിട്ടുകൊടുത്തിന്? ഇതയാളെ മോനെ അയച്ചത്. റോബോട്ടിനെ ഉപയോഗിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ അനുമതി വന്നു. പിന്നെ വെറുതെ കൊടുത്ത് നമ്മൾ പ്രധാനമന്ത്രി പിന്നാരത് നമുക്കല്ലേ കാണാൻ പറ്റാത്തത്. പുറത്തുള്ളവർക്ക് അങ്ങനെയാ. അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 50 റോബോട്ടിന് ഇറക്കുമതി ചെയ്യാനുള്ള കരാറുപത്രം ഒപ്പിട്ടിട്ടാണ് മൂപ്പര് ജപ്പാനിൽ നിന്ന് സിംഗപ്പൂരേക്ക് പോയത്. ഇത് ഒരു ടെസ്റ്റ്. അതെപ്പടിടാ പോസിബിൾ? 4 months ട്രയൽ റണ്ണുകാക്ക തന്ന മെഷീൻ നീ എപ്പോഴും തിരുപ്പി തന്നാകണം. സാർ അത് എങ്ങനെയെങ്കിലും ഞാൻ വാങ്ങിക്കാം സാർ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ, ബട്ട് ദാറ്റ് മെഷീൻ ഈസ് നോട്ട് ഫോർ സെയിൽ. എന്നോട് വേലയിൽ പോയിടും. ഇത് ഓന്റെ പണിയാ, ബാബുവിന്റെ. ഇനി ബാബു അല്ല ഓന്റെ അച്ഛൻ വിചാരിച്ചാലും ഒന്നും നടക്കൂല. അമ്മാതിരി മെയിലാന്ന് എന്റെ മോൻ ഇങ്ങോട്ട് അയപ്പിച്ചത്. ഭാസ്കരേട്ടാ, നിങ്ങളെ മോനത്തെ ശമ്പളം ഉണ്ടാവും? എന്തേ? രസം അറിയാൻ വേണ്ടി ചോദിച്ചാ. അറിയുമ്പോ രസമൊന്നും ഉണ്ടാവില്ല, കിട്ടുമ്പോഴല്ലേ രസം ഉണ്ടാവില്ലേ? എനിക്ക് തോന്നുന്നില്ല ഞാൻ അച്ഛനതിനെ തിരിച്ചു തരുമെന്ന്. உனக்கு நான் சொன்னா புரியலையா? போய் அதை கொண்டு வாடா. எனக்கு அந்த மெஷின் திருப்பி வேணும், ஒரு குறை இல்லாம. அதுக்கு உன் அப்பாவை கொல்லணும், அதுவே பண்ணலாம். ட்ரையல் ரன்னுக்கு போன 4 மெஷின்ல 2 மெஷின் ஃபெயில் ஆயிடுச்சு. உன்னோட அப்பாவுக்கு ஏதாவது ஆயிடுச்சுன்னா ரிசல்ட்ஸ் எல்லாமே ஸ்டாப் பண்ணி கம்பெனி மூடுறது தான். உன்னோட நல்லதுக்காக தான் சொல்றேன். A message from Sodomini. നിങ്ങൾ ആരാണ്?
മിസ്റ്റർ ഭാസ്കരൻ, ഭാവിയിൽ ജീവിക്കാൻ ഇഷ്ടമാണോ? മിസ്റ്റർ ഭാസ്കരൻ, ബാബുവും സൗദാമിനിയും ഒരേ ജാതി. ബാബുവിനെ താങ്കൾ വെറുക്കുന്നു, സൗദാമിനിയോട് ഇഷ്ടം. യു ആർ എ ഹിപ്പോക്രൈറ്റ്, കപട നാട്യക്കാരൻ. ജാതിയും മതവ്യത്യാസവും ഇല്ലാത്ത ഒരു ലോകമാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. മനസ്സിൽ നിന്ന് ഇതൊക്കെ പറിച്ചു മാറ്റിയാൽ ഇന്നു മുതൽ ഭാവിയിൽ ജീവിക്കാം. എന്നാൽ ഓള് കേടെ പോയി, ഒരു മെസ്സേജ് പോലും അയക്കാണ്ട്. അച്ഛൻ പാപ്പാ ഇട്ടോമി എൻ്റെ സുഹൃത്താണ്. ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്യണം. പൊതുവാളാണ് അല്ലേ? അതിലൊക്കെ ഇപ്പം എന്താ ഉള്ളത്? ജാതിയും മതവും ഇല്ലാത്തൊരു ലോകമാണ് ഇനി ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇതൊക്കെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റിയാൽ ഇന്നു മുതൽ ഭാവിയിൽ ജീവിക്കാം. ഹൗ ക്യൂട്ട്. ആ റൂം നീ എന്താ പെട്ടെന്ന്? പെട്ടെന്നൊന്നുമല്ലല്ലോ, രാവിലെ അവിടെ നിന്ന് പോകുന്നല്ലേ. May I help you? വേണ്ട, ഹെൽപ്പ് ചെയ്ത് തന്നെ ഭയങ്കര ധാരാളം. ഐ ക്യാൻ മാനേജ് ഇറ്റ്. ഓള് ഈ റൂം എടുത്തോട്ട്. അതെന്താ? അതിനകത്ത് എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതൊക്കെ ഞാൻ മാറ്റി വെച്ചോളാം. അതെടുക്കണ്ട, നിനക്കത് ലൂസായിരിക്കും. അച്ഛൻ്റെ മുറിയിലോട്ട് വെച്ചു. അച്ഛൻ എനിക്കൊരു ചായ ഇട്ടരും. ഓനിട്ടോളൂ. അച്ഛനെ കൂട്ടാണ് സഹായിക്കാൻ. ഓന് കടുകേടാന്നറിയില്ല. ചായക്ക് എന്തിനാ കടുക്? ദോശ വേണ്ടേ? ദോശക്ക് എന്തിനാ കടുക്? ഇപ്പൊ ചട്നിയും വേണ്ടേ? അച്ഛൻ എനിക്കൊരു ചായ മതി, അത് ഓനിട്ടോളൂ. അച്ഛനോട് ഇരുന്നേ. Nice house. ഒരാഴ്ചയായിട്ട് കത്തൊന്നും കാണുന്നില്ലല്ലോ. ആരെ? സൗദാവ് കരൻ, സൗദാരൻ, നിന്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ്. സുധാരൻ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. കുറേ ലീവ് ഉണ്ടാ? അച്ഛൻ എത്ര ദിവസം വേണം അത്രയും കിട്ടും. പണി പോവില്ലേ? അച്ഛനല്ലേ പറഞ്ഞ നാടാണ് നല്ലത്, കഞ്ഞി കുടിച്ച് ജീവിച്ചാൽ മതി, അച്ഛനെ നോക്കണമെന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പോവില്ല. എന്തിന്? ഇപ്പൊ പണിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവിടെ പണിയൊന്നും കിട്ടൂല. എന്നെ നോക്കാൻ കുഞ്ഞപ്പനില്ലേ? പിന്നെ ഞാനുള്ളതും റോബർട്ടുള്ളതും ഒരേപോലെ ആവില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ അച്ഛാ. പിന്നെ അതുമല്ല, അച്ഛൻ്റെ കൂടെ ആരെ വിട്ടാലും എനിക്കൊരു സമാധാനമില്ല. ഞാൻ തീരുമാനിച്ചു. ഓളെ ഒറ്റയ്ക്ക് തിരിച്ചു പോകും. ഓളിഞ്ഞി പോകുന്നില്ല. ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. Congratulations.
എന്തിനാണ് എപ്പോഴും അതിനെ കൊണ്ട് നടക്കണ? അതൊന്ന് ഓഫ് ചെയ്ത് വെക്ക്. ഓഫ് ചെയ്ത് വെക്കാൻ ഇതെന്താ മെഷീനാ? ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. നിനക്ക് പാട്ട് കേൾക്കണം.